നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയത്തിൻ്റെ 2-3 ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ 7ാമത്തെ ദശകത്തിൽ, അതായത് ബ്രഹ്മാവിന് തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു തപസ് ചെയ്യൂ എന്ന അശരീരി വാക്ക് ഇതിലൂടെ ഒരു നിർദ്ദേശം നൽകി. അതനുസരിച്ച് ബ്രഹ്മാവ് 1000 ദിവ്യസംവത്സരം തപസ് ചെയ്തു. അദ്ദേഹം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ധാമം, അതായത് വാസസ്ഥലം, വൈകുണ്ഠം കാണിച്ചു കൊടുക്കാനായിട്ട് ബ്രഹ്മാവിനെ കൊണ്ടുപോവുകയാണ്. ഈ വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നത് 14 ലോകങ്ങൾക്ക് അപ്പുറമായൊരു ലോകത്തെ ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിൻ്റെ അധിപതിയായി ബ്രഹ്മാവിനെ വാഴിച്ചു. അതിനും മുകളിലാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈകുണ്ഠ ദർശനം, ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ ദർശനം, വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത, അവിടെ എന്താണ് കാണാനുള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 3 ശ്ലോകങ്ങളിലായിട്ട് ആ വൈകുണ്ഠത്തിൻ്റെ ഒരു ദർശന വിസ്മയമാണ് വിവരിക്കുന്നത്. അതിൽ 7ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം മുതൽ വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുകയാണ്. ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. മായായത്ര കഥാഭിനോ വിഗുരുദേ ഭാദേ ജഗത്പ്യോ ബഹി ശോകക്രോധവിമോഹന സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗദാ. ചന്ദ്രാനന്ദച്ചരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമവിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഈ ശ്ലോകത്തിൽ പറയുന്നത് വിഭോ ഭഗവത് ജഗദ്ഭ്യ ബഹി ഭാദേ യത്ര, അങ്ങനെ പദം പിരിക്കുമ്പോൾ വരുന്ന വിഭോ, സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന 14 ലോകങ്ങളും അവയവങ്ങളായിട്ടുള്ള നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, അതാണ് വിഭോ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. വിഭോ സർവവ്യാപിയായ ഭഗവാനെ. ജഗദ്ഭ്യാം ബഹി ഭാദേ യത്ര, ലോകങ്ങളുടെ 14 ലോകങ്ങൾ, അതാണ് ജഗദ്ഭ്യാം എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളുടെയും ബഹി, പുറത്ത്, അതിനും മുകളിലായിട്ട്, ഏറ്റവും മുകളിലുള്ള ലോകം സത്യലോകം, ബ്രഹ്മാവിൻ്റെ അധിവാസി, ബ്രഹ്മാവാണ് അവിടുത്തെ അധിപൻ. അതിനും പുറത്തായി, മുകളിലായി, ഭാദേയത്ര, പുറത്ത് നിൽക്കുന്ന ആ സ്ഥലം, അവിടമാണ് വൈകുണ്ഠം. മായ കഥാപിനോ വികരുദേ ശോക ക്രോധ വിമോഹ സാധസ്വമുഖ ഭാവാത്തു ദൂരം ഗത. അതിൻ്റെ മുകളിലായ സ്ഥലത്ത് മായ കഥാപി, മായ എന്ന് പറയുന്ന അത് ഒരിക്കലും, എന്താണ് മായ? ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുക, ഉള്ളതൊക്കെ ഇല്ല എന്ന് തോന്നുക. ഏറ്റവും നല്ല ഉദാഹരണം അതിന് മഹാഭാരത കഥകളിലെ ദുര്യോധനൻ ആ പാണ്ഡവരുടെ കൊട്ടാരം കാണാനായിട്ട് പോയതായിട്ട് ഓർക്കണ്ടോ? അരക്കില്ലം, അതാണല്ലോ യുദ്ധത്തിൻ്റെ മൂലാധാരം, തുടക്കം തന്നെ. പാഞ്ചാലിയുടെ ചിരി, യുദ്ധത്തിന് ആസ്പദമായ വൈരാഗ്യം വരുന്ന വിത്ത് വാങ്ങിയ ചിരി വന്നത് അരക്കില്ലത്തിലാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വെള്ളമില്ല എന്ന് തോന്നും, നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലും മുങ്ങിയും പോകും.
അതുപോലെ വെള്ളം ഇല്ലാത്ത സ്ഥലത്തോ നിറയെ വെള്ളമാണ്. തുണികളൊക്കെ നനയാതിരിക്കാൻ വേണ്ടി പൊക്കി പിടിച്ചുകൊണ്ട് കൊടുക്കും. വെള്ളമില്ലാത്തടത്ത് തുണിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ ആർക്കായാലും ഒരു ചിരി വരില്ലേ? അങ്ങനൊരു ചിരിയാണ് ഭീമൻ്റെ മുഖത്ത് നോക്കി ഭീമനും പാഞ്ചാലിയും തമ്മിൽ ഒന്നങ്ങോട്ട് ചിരിച്ചു ദുര്യോധനൻ ഇറങ്ങി വന്നപ്പോൾ. ആ ചിരി കേട്ടിട്ടിങ്ങനെ നോക്കി മുകളിൽ മട്ടുപ്പാവിൽ നിന്നിട്ടാ പാഞ്ചാലിയും ഭീമനും ചിരിക്കണം. താഴെ ദുര്യോധനൻ വെള്ളമില്ലാത്തടത്ത് തുണിയെ കുരച്ച് പിടിച്ച് മേപ്പട്ടി കയറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ ചിരി കണ്ടപ്പോൾ ദുര്യോധനനൊന്ന് നോക്കി വാച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വാച്ചിട്ടുള്ളതിൻ്റെ ഫലമാണ് മഹാഭാരത യുദ്ധം. അപ്പോൾ ഇവിടെ മായ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. ഉള്ളതൊക്കെ ഇല്ലയെന്ന് തോന്നും, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നും. ഇവിടെ മായാകഥാപി ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഭഗവാന്റെ ആ ധാമം, ആ വാസസ്ഥലം വൈകുണ്ഠം, അവിടെ മായ ഒരിക്കലും പ്രവേശിക്കാറില്ല. എന്നുവെച്ചാൽ അവിടെ ഉള്ളതൊക്കെ ഉള്ളതായി തോന്നും, ഇല്ലാത്തൊക്കെ ഇല്ലാത്തതായി തന്നെ തോന്നും. അതാണ് പറഞ്ഞത് മായ കഥാപിന്നോ വിഗുരുതേ. മായ ഒരിക്കലും അവിടെ കടന്ന് പ്രവേശിക്കുകയില്ല. ഒരു മായ ഭേദബോധം എന്ന് പറയും. അതായത് ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നുക, ഉള്ളതിനെ ഇല്ലാത്തതായി തോന്നുക. അതാണ് ഭേദബോധം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ശോകക്രോധ വിമോഹ സാധ്വ. എന്തൊക്കെയാണ് അവിടെ? ദുഃഖം, ശോകം, ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങൾ. ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരിക നമ്മുടെ മനസ്സിന് വരുന്ന മാറ്റമാണ്. ദുഃഖം മനസ്സിൻ്റെ മാറ്റമാണ്. പിന്നെയോ മൗഢ്യം, ഒരു കാര്യം, ഒരു മൗഢ്യം, അത് ഭയം, പേടി തോന്നണത് മനസ്സിൻ്റെ വിഹുലതയാണ്. ഈ വകയൊന്നും മനോഭാവങ്ങളൊന്നും തന്നെ അവിടേക്ക് പ്രവേശിക്കും. ഇത്തരത്തിലുള്ള ഭാവങ്ങൾ സുമുഖ ഈ വക മനസ്സിൻ്റെ ഈ മാതിരി സമൂഹ ഭാവങ്ങളൊന്നും ദൂരംഗത അവിടൊക്കെ കടക്കുന്നില്ല. അവയൊക്കെ ദൂരെ മാറി നിൽക്കുന്ന സ്ഥലമാണ് ഈ വൈകുണ്ഠം. മായയില്ല, മായത്തരങ്ങളൊന്നുമില്ല. ദുഃഖം, ശോകം, സങ്കടം, മൗഢ്യം, ഈ വക കോപം, ഇത്തരത്തിലുള്ള മനോവികാരങ്ങൾ ഒന്നും തന്നെ അവിടേക്ക് വരുന്നില്ല, പ്രവേശിക്കുന്നില്ല, ദൂരെ മാറി നിൽക്കുന്നു. പരമജ്യോതി പ്രകാശാത്മകേ, മഹാതേജപ്രകാശമായി രൂപമായിട്ടുള്ള ആ പ്രദേശത്ത് എത്ര സാന്ദ്രാനന്ദസ്ഥിതി, എന്തുമാത്രം പരമാനന്ദ പ്രവാഹമാണ് ഒഴുകുന്നത്. അവിടെ യാതൊരു വിധത്തിലുള്ള മഹാതേജപ്രകാശ രൂപമായിട്ടുള്ള തേജസ് നിറഞ്ഞു നിൽക്കുന്ന ആ ദേശത്ത്, വൈകുണ്ഠദേശത്ത് പരമാനന്ദ ഭാവങ്ങൾ, പ്രസവാദങ്ങൾ അതിധാരാളമായിട്ടുണ്ട്. വിഭാവിതം തത്, ഇതൊക്കെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. അതൊക്കെ വിഭാവിതം, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത വൈകുണ്ഠരൂപം. ആ വൈകുണ്ഠമെന്ന തേ ധാമ, അങ്ങയുടെ വാസസ്ഥലം. ധാമ എന്ന് പറഞ്ഞ വാസസ്ഥലം വിജയിക്കട്ടെ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ ധാരണം. അതായത് അഹങ്കാരാദികളുടെ മായാകാര്യങ്ങളോ ശോകക്രോധാദികളുടെ വികാരങ്ങളോ ഇല്ലാത്ത ലോകം വൈകുണ്ഠം, ലോകം വൈകുണ്ഠം മാത്രമാണ്. അവിടെ ഏകാത്ഭുതം എന്ന് പറയാനുള്ള കാരണം അതാണ്. മായയില്ല, ദുഃഖങ്ങളില്ല, ശോകങ്ങളില്ല, ക്രോധങ്ങളില്ല, മൗഢ്യങ്ങളില്ല, എന്തെന്നില്ലാത്ത ഒരു വേവലാതികളൊന്നുമില്ല, സൗഖ്യമായിരിക്കുന്ന ഇടം, അതാണ് വൈകുണ്ഠം. സൂര്യൻ പോലും മങ്ങിപ്പോകത്തക്ക വിധം അത്രമാത്രം തേജോമയമാണ് അവിടെ. അവിടുത്തെ തേജസ്, അവിടുത്തെ പ്രകാശം, അവിടുത്തെ ആ പരമാനന്ദജരി എന്ന് പറയുന്നത് തേജോജ്വലം. ഈ ഇവിടെ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, പരമജ്യോതി പ്രകാശാത്മക. ആ പരമജ്യോതി സൂര്യപ്രകാശത്തെ ഡിമ്മാക്കി കളയും.
അതിനെ നിഷ്പ്രഭമാക്കി കളയും. അത്രയ്ക്ക് തേജോമയമാണ് ആ ലോകം. പരമാനന്ദമയവുമാണ്. സാന്ദ്രാനന്ദ പരമാനന്ദജരി, പരമാനന്ദം ഇങ്ങനെ അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് ഈ വൈകുണ്ഠരൂപം. ഈ ലോകം വേറെയില്ല. അതുകൊണ്ടാണ് ഈ വൈകുണ്ഠത്തെ ഏക അത്ഭുതമെന്ന് ഇതിനു മുൻപുള്ള ശ്ലോകത്തിൽ പറയാൻ തന്നെ കാരണം. ഭവൽ സാരൂപ്യം, ഈ വൈകുണ്ഠത്തിൽ കാണുന്ന ജനങ്ങൾ, കാണുന്നവരെല്ലാം മഹാവിഷ്ണു എന്നാണ് തോന്നുന്നത്. ഇതിലാരാ മഹാവിഷ്ണു എന്ന് നമ്മൾ സംശയിക്കും. എന്താ കാരണം? ഈ ഭക്തിക്ക് 4 ഭാവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആദ്യം തന്നെ ഭഗവാന്റെ ഒരു സാലോക്യം. ഭക്തിയുടെ ആദ്യത്തെ ഭാവം സാലോക്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം എന്ന് പറയുന്ന ഭഗവാന്റെ ലോകത്തെ പറ്റിയുള്ള ഒരു അറിവ്, അതാണ് ആ സാലോക്യം എന്ന് പറഞ്ഞാൽ. അടുത്തത് ഭഗവാന്റെ സാമീപ്യം, ആ ലോകത്തേക്ക് എത്തുക, അപ്പോൾ സാമീപ്യമായി. പിന്നെയോ അവിടെ ചെന്ന് അവിടെയുള്ളവരെയൊക്കെ കണ്ട് അവരെ പോലെയൊക്കെയുള്ള വസ്ത്രധാരണങ്ങളും മേക്കപ്പും മറ്റ് ആകാരവും പ്രകാരവും ഒക്കെ കൈകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ സാരൂപ്യം അടുത്ത് തന്നെ ഉണ്ട്. ഭഗവാൻ അവരിൽ ഒരാളായി ഭഗവാനെ പോലെയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാരൂപ്യം. ഈ സാരൂപ്യം പ്രാപിച്ചവരാണ് അവിടെ ഉള്ളവർ, വൈകുണ്ഠത്തിലുള്ളവർ. പിന്നെ സായുജ്യം, 4മത്തേത് സായുജ്യം, അതാണ് മോക്ഷം. ഭഗവാനിൽ അങ്ങ് ലയിച്ച് ചേരുക. ഭക്തിയുടെ ഈ 4 ഘട്ടങ്ങളിൽ സാലോക്യത്തെ പറ്റിയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ സാലോക്യം കഴിഞ്ഞ് വൈകുണ്ഠത്തെപ്പറ്റി അറിഞ്ഞ് വൈകുണ്ഠത്തിൽ ചെന്ന് ആ സാന്നിധ്യവും അനുഭവിച്ച് അവരിൽ ഒരാളായി വിഷ്ണുവിനോടൊപ്പം ചേർന്ന് വിഷ്ണു പാർശ്വതനായി വിഷ്ണുവിനെ പോലെയായി തീർന്നവരാണ് സാരൂപ്യം പ്രാപിച്ചവർ. ഈ സാരൂപ്യം സിദ്ധിച്ചവരാണ് വൈകുണ്ഠത്തിലുള്ളത്, അവിടെ താമസിക്കുന്നത്. വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് പോവുക. വൈകുണ്ഠ ഏകാദശി അന്ന് മരിക്കണവരൊക്കെ വൈകുണ്ഠത്തിൽ പോകും. എന്താ, ഒറ്റയടിക്ക് അങ്ങോട്ട് സാരൂപ്യത്തിലേക്ക് എത്തുക, ഭഗവാന്റെ ലോകത്തിലേക്ക് ഭഗവാനെ പോലെ ആയിട്ട് അവിടെ ജീവിക്കുകയാണ് സുഖമായിട്ട്. അതാണ് ഈ പറയുന്നത്. ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠത്തിൽ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത. മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, വികാരഭാവങ്ങളൊന്നുമില്ല, ദേഷ്യമില്ല, മായയില്ല, തേജോമയമാണ്, പരമാനന്ദ രസം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഭഗവാന്റെ സാരൂപ്യം ലഭിച്ചിട്ടുള്ളവർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. മായായത്ര കദാപി നോ വികുരുതേ സ്വാദേ ബാധേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാം. സാന്ദ്രാനന്ദച്ചരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ താമാം വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. സർവലോകേശ, ആ വൈകുണ്ഠം അങ്ങയുടെ ധാമമായ താമസസ്ഥലമായ വൈകുണ്ഠം വിജയിക്കട്ടെ. ഇതിൻ്റെ ഒരു പരിഭാഷ ഞാനിപ്പോൾ പറയുകയാണ്. ലോകങ്ങൾക്കും അപ്പൂറത്ത് വിളങ്ങുന്ന വൈകുണ്ഠത്തിൽ 14 ലോകങ്ങൾക്ക് അല്ലെങ്കിൽ ത്രിലോകങ്ങൾക്ക് അപ്പൂറത്തു വിളങ്ങുന്ന വൈകുണ്ഠത്തിൽ ദുഃഖം, കോപം, മൗഢ്യം, ഭയം എന്നിവയില്ല. ദുഃഖമില്ല, കോപമില്ല, മൗഢ്യമില്ല, ഭയമില്ല. മഹാതേജ പ്രകാശമം അവിടുത്തെ വാസസ്ഥലം. അങ്ങേയറ്റം പ്രകാശമുള്ളതായ തേജോമയ
വാസസ്ഥലമായിട്ടുള്ളതായ അവിടുത്തെ വാസസ്ഥലം ബ്രഹ്മദേവൻ വീടെന്നു കാട്ടിക്കൊടുത്തു. ബ്രഹ്മദേവന് അവിടുന്ന് അല്ലയോ സർവലോകേശ അവിടുന്ന് മാറ്റി കാണിച്ചു കൊടുക്കുകയുണ്ടായി. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവത തത്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജ്യദ്ധിമാനദ്വയാം ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാനോ ദിവ്യാജനാസസ്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ ധാമ ചതുർഭുജ, ഈ വൈകുണ്ഠത്തിൽ 4 കൈകളും, ചതുർഭുജം 4 കൈകൾ, 4 കൈകളും ഉള്ള ഹരിമണിശ്യാമവദാത്വത്തിഷു. ഹരിമണി എന്ന് വെച്ചാൽ നീല രക്തം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നീല നിറമുള്ള, കാർമേഘത്തിൻ്റെ നീല നിറമുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് രത്നപ്രകാശം പരത്തുന്ന പല വക ഭൂഷണങ്ങൾ അണിഞ്ഞ് നാനാഭൂഷണ രത്നദീപ്തിതദിശോ, കാർവർണ്ണ നിറമുള്ള അങ്ങ് നാനാവിധത്തിലുള്ള ഭൂഷണങ്ങൾ എന്ന് വെച്ചാൽ ആഭരണങ്ങൾ, ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് രാജ്യോദ്യമാനാനയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഉന്നതതല, അവിടെ ആ വിധത്തിൽ വളരെ ആഡംബരത്തോടു കൂടി ആടയാഭരണത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ആ നിലയത്തിൽ ദിവ്യാജനാ ദിവ്യന്തി, ദിവ്യജനങ്ങളാണ് വിളയാടുന്നത്. എല്ലാവരും സാരൂപ്യം പ്രാപിച്ച വിഷ്ണു ഭക്തന്മാരാണ് കൂടെയുള്ളത്. സർവശമലം വൈകുണ്ഠ രൂപം തേ തദ്ധാമജയാത്. യാതൊരു വിധത്തിലുള്ള അമലം എന്ന് പറഞ്ഞാൽ അമലങ്ങൾ നീക്കണേ, അഴുക്കുകൾ, മാലിന്യങ്ങൾ ഒന്നും തന്നെ പ്രവേശിക്കാത്ത ആ മാലിന്യങ്ങളെല്ലാം അകന്ന വൈകുണ്ഠമെന്ന നിരന്തിരുവടിയുടെ ആ ലോകം വിജയിച്ചരുളുമാറാകട്ടെ എന്നാണ് ഭക്തകവി കരുതുന്നത്. ഭഗവാനെപ്പോലെ ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ച് 4 കൈകളും നീല നിറവും കിരീട കടകാങ്കദാദികളായ രത്നഭൂഷണങ്ങളും വിമാനഗ്രഹങ്ങളുമുള്ളവയാണ് വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരാണ് വൈകുണ്ഠവാസികളെല്ലാം. വൈകുണ്ഠത്തിൽ ചെന്നാൽ നമ്മൾ കാണുന്നവരെല്ലാം വിഷ്ണുഭക്തിയുടെ പരമോന്നതമായ സാരൂപ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്, ഭഗവാനെപ്പോലെ ആയിട്ടുള്ളവരാണ്. എന്താണ് ഭഗവാന്റെ അപ്പോഴത്തെ ആകാരം? കാർമേഘവർണം, 4 കൈകൾ, കിരീട കടകാങ്കാദികളായ രത്നഭൂഷണങ്ങൾ, ആഭരണങ്ങൾ, മഞ്ഞപ്പട്ട്, ഓടക്കുഴൽ, മയിൽപ്പീലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സാലോക്യം. പിന്നെ സമീപത്തിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സാലോക്യം കഴിഞ്ഞു, സാമീപ്യം കഴിഞ്ഞു, സാരൂപ്യവും നേടിയവരാണവർ. അടുത്തത് സായുജ്യമാണ്, മോക്ഷമാണ്. ഒരുപക്ഷെ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവയിൽ 3 സിദ്ധികളും, അതായത് സാലോക്യം, സാന്നിധ്യം, സാമീപ്യം, ഈ 3 സിദ്ധികളും നേടിയിട്ട് വൈകുണ്ഠത്തിലെത്തിയിട്ട് വിഷ്ണുവിനെ പോലെ ആയിട്ട് അവിടെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. എന്താ കാരണം? ആ വൈകുണ്ഠത്തിൽ ഭഗവാനോടൊത്ത് താമസിക്കുന്നവരെയാണ് താമസിക്കാനുള്ള ഭാഗ്യം ആ ഒരു സിദ്ധി കിട്ടുമ്പോഴാണ്. ഇങ്ങനെ വിജയിച്ചരുളുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷയായിട്ട് കാണാനായിട്ട് സാധിക്കും. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണല്ലോ. വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം ലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ ഈ വിഷ്ണു
വിഷ്ണു ഭക്തി കൊണ്ട് സായുജ്യം നേടിയിട്ടുള്ളവർക്കൊക്കെ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ അടുത്ത് കിട്ടുന്നത് പോലെ തന്നെ ലക്ഷ്മി ദേവിയെയും കിട്ടും. അതുകൊണ്ടും കൂടി അവർക്ക് സന്തോഷത്തിൽ കൂടുതലുണ്ട്. അതാണ് പറയുന്നത്. ഈ ശ്ലോകം ഒന്ന് വായിക്കാം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദത്താദിശോ നാനാഭൂഷണരത്നദീപിത വിഭോ രാജദ്വമാനാലയ ഭക്തി പ്രാപ്ത തഥാദിതോന്നത പദാ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്തസ്തശമലം വൈകുണ്ഠരൂപം ജയേത്. ഭഗവാന്റെ ഇങ്ങനെ നന്മ നിറഞ്ഞ വൈകുണ്ഠലോകം വിജയിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പരിഭാഷ നമുക്ക് നോക്കാം. ഭഗവൽ സാരൂപ്യമായി നാലു തൃക്കൈകളുമായി അവിടെ എത്തിപ്പെട്ട വിഷ്ണുഭക്തന്മാരാണ്. ഭഗവൽ സാരൂപ്യമായി നാലു തൃക്കൈകളുമായി ഭഗവാന്റെ ഭക്തവൃന്ദം തിളങ്ങിടുന്നു. ബ്രഹ്മാവ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. വൈകുണ്ഠത്തിലെ കാഴ്ച. ഭക്തജനങ്ങളൊക്കെ അങ്ങനെ ഭക്തവൃന്ദം തിളങ്ങിടുന്നു. മാലിന്യമെല്ലാം അകന്ന വൈകുണ്ഠമോ അത്യത്ഭുതം മാമക മനസ്സിലെന്നും തെളിഞ്ഞിടട്ടെ. യാതൊരുവിധ മാലിന്യവുമില്ലാത്ത വൈകുണ്ഠലോകം എൻ്റെ മനസ്സിലെപ്പോഴും തിളങ്ങിടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. നാനാ ദിവ്യവചനൈരഭീവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ വിദ്യോദിതാ ശാന്തര ത്വത്പാദാംബുജ സൗരഭമകൈക കുതുകാ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മരീയന ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. അതായത് ഇവിടെ പറയുന്നത് നാനാ വധുരനെ അഭിവൃത അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ട്. ധാരാളം ദിവ്യ സ്ത്രീകളും അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ലക്ഷ്മി ദേവിയെ പരിചരിക്കാനുണ്ട്. ലക്ഷ്മി ദേവിക്ക് തോഴിമാരായിട്ടുള്ളവരാണ്. വിദ്യുല്ലതാ തുല്യയാ വിശ്വാൻമാദഹൃദ്യഗാത്രലതയ. ഈ ലക്ഷ്മി ദേവിയുടെ ആകാരം പ്രകാരം പറയാണ്. വിദ്യുല്ലതയ, വിദ്യുത് എന്ന് വെച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലത. അത് മിന്നലാണ്. മിന്നലെങ്ങനെയാണ്? വളരെ വണ്ണം കുറവാണ്, പക്ഷെ അത്യധികമായ പ്രകാശമാണ് അതിൽ നിന്ന് വരുന്നത്. ലക്ഷ്മി ദേവി എങ്ങനെയാണ്? വളരെ മെലിഞ്ഞ സ്ത്രീയാണ്, പക്ഷെ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് അത്യധികമായ പ്രകാശവും സൗന്ദര്യവും സുഗന്ധവും ഒക്കെയാണ്. അപ്പോൾ വിശ്വോന്മാദ ഹൃദ്യ ഗാത്രലതയ വിദ്യോതിദാശാന്തര എന്ന് പറഞ്ഞാൽ മിന്നൽ കൊടി പോലുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ കോമള ശരീരം കൊണ്ട്, വണ്ണം കുറഞ്ഞ് തിളങ്ങി പ്രകാശിക്കുന്ന മനോഹരമായ ശരീരം കൊണ്ട് ദിക്കെല്ലാം തിളക്കിക്കൊണ്ട് ലക്ഷ്മി ദേവി, സർവ്വദിക്കിലും പ്രകാശം വിതറിക്കൊണ്ട് ലക്ഷ്മി ദേവി ത്വദ്ഭാവന ത്വത്പാദാംബുജം. ഭഗവാനെ മഹാവിഷ്ണു, അങ്ങയുടെ തിരുവടിയുടെ പാദാരവിന്ദങ്ങളുടെ സൗരഭൗകുതുക, പാദങ്ങളുടെ ആ താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങളുടെ സൗരഭം, സുഗന്ധം നുകർന്നുകൊണ്ട് പാദാരവിന്ദങ്ങളുടെ സൗന്ദര്യവും സൗരഭ്യവും നുകർന്നുകൊണ്ട് അതിലങ്ങോട്ട് അടിച്ച് മയങ്ങി, ആ സുഗന്ധത്തിലങ്ങോട്ട് മതിമയങ്ങി അത്യാസക്തയായി യസ്മിൻ സ്വയം ലക്ഷ്യത അവിടെ പ്രത്യക്ഷയായിട്ടിരിക്കുക.
ഇരിക്കുക. അവിടുന്ന് എങ്ങും പോണില്ല ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. വിസ്മനീയ ദിവ്യ വിഭവം, അത്ഭുതമുളവാക്കുന്ന ദിവ്യ വസ്തുക്കളോടുള്ള നെന്തിരുവടിയുടെ ആ ലോകം എനിക്ക് നൽകണമേ. തേ തത്പദം തേ ദേഹി, എനിക്ക് അങ്ങനെയുള്ള ആ വൈകുണ്ഠ രോഗം ഒന്ന് തരണം. സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽക്കൊടി പോലെയാണ്. ആ ഐശ്വര്യദേവത എവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല. മാത്രമല്ല, എന്നാൽ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി നിൽക്കുന്നുണ്ട്. കാരണം മഹാവിഷ്ണുവിൻ്റെ പാദത്തിൻ്റെ മനോഹാരിതയും, പാദസേവ ലക്ഷ്മി ദേവിയുടെ ജോലി, അത് ആ പാദങ്ങളുടെ സൗന്ദര്യവും സുഗന്ധവും ലക്ഷ്മി ദേവി അതിലങ്കട്ടും മതിമയങ്ങി അത്യാസക്തയായിട്ട് അവിടെ തന്നെ വാസം. എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി വാഴുന്നിടത്താണ് ധനം കുമിഞ്ഞുകൂടുക. മഹാലക്ഷ്മിയല്ലേ. അതുകൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലുള്ള അത്യാസക്തി കാരണം ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ വസിക്കുന്നു. ലക്ഷ്മിക്ക് പാദപത്മ സൗന്ദര്യത്തിൽ അതിയായ കൗതുകം വർണ്ണിച്ചതുകൊണ്ട് വണ്ടിൻ്റെ സാദൃശ്യമുണ്ട് അവിടെ. വണ്ടുകൾ അങ്ങനെയാണ്. വണ്ടുകൾക്ക് ഒരു പൂവിൽ ചെന്ന് തേൻ നുകർന്നു കഴിഞ്ഞാൽ തേനിങ്ങനെ കുടിച്ച് മാത്തടിച്ച് അവിടെ കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മാറി വേറെ തേൻ കിട്ടുന്നിടത്തേക്ക് പോകുക. വണ്ട് ഒരു പുഷ്പത്തിൽ ഉറച്ചു നിൽക്കില്ല. അതുപോലെ തന്നെ ലക്ഷ്മി ദേവി. പക്ഷേ മഹാവിഷ്ണുവിൻ്റെ അടുത്താവുമ്പോൾ ലക്ഷ്മി ദേവിക്ക് ആ പാദാരവിന്ദങ്ങളിൽ നിന്ന് മാറാനോട്ട് പറ്റണമില്ല. അതുകൊണ്ട് ഈ പാദപത്മ സൗരഭ്യത്തിലുള്ള അതികൗതുകം, ലക്ഷ്മി ദേവിയുടെ ആ ചപല സ്വഭാവം, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, മറ്റൊന്നിൽ നിന്ന് ഇതിലേക്ക്, അതിലേക്കൊക്കെ മാറി മാറി തേൻ നുകർന്ന് നടക്കുന്നത്, അതൊരു ചപല സ്വഭാവമാണ്. വേശ്യ സ്ത്രീകൾ അങ്ങനെയാണെന്ന് പറയുക. പണമുള്ളവരെ ധനമുള്ളവരെ ഭർത്താവായി സ്വീകരിച്ച് ചപലത്തരം കാട്ടും. അതുപോലുള്ള ലക്ഷ്മി ദേവിയുടെ ചപലത്തരം എന്താ? ലക്ഷ്മി ദേവി ചെല്ലുന്നിടത്തൊക്കെ പണം ഉണ്ടാകും. ആ പണം ഉണ്ടാകാൻ വേണ്ടി ലക്ഷ്മി ദേവി വരാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ മഹാവിഷ്ണുവിനെ അങ്ങോട്ട് ഭജിക്കും. മഹാവിഷ്ണുവിന് പോരും. മഹാവിഷ്ണുവിൻ്റെ കൂടെ മഹാലക്ഷ്മി വരും. അങ്ങനെയാണ്. ചമ്പകശ്ശേരി രാജാവൊക്കെ അങ്ങനെയല്ലേ. വ്യംഗ്യമായി തോന്നുന്നു. അതായത് ആ ചപല സ്വഭാവം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. വണ്ടിനും താമരപ്പൂവിനും പോലുള്ള ചില പൂക്കളിൽ അത്യാസക്തി ഉണ്ട് താനും ലക്ഷ്മി ദേവിക്ക്. അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവി എനിക്ക് വൈകുണ്ഠം നൽകണമേ എന്നാണ് ഭക്തകവി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് വായിക്കും. നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ വിദ്യോദിതാശാന്തര ത്വൽപാദാംബുജ സൗരഭകുതുക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ കൂടി നമുക്കൊന്ന് നോക്കാം. ഭഗവത്സാരൂപ്യമായി ദിവ്യജനസഞ്ചയത്ത സേവ്യമായി തിളങ്ങുന്നു ദിവ്യരൂപമണിഞ്ഞൊരാ ലക്ഷ്മി ദേവിയും. ദേവതവ പാദപൂജ ചെയ്യുന്നൊരാ ലക്ഷ്മിയുള്ള ദിവ്യലോകം ഇവനായി നൽകിയിടണമേ. ലക്ഷ്മി ദേവി വാഴുന്ന അവിടുത്തെ ആ ധാമം, വാസസ്ഥലം വൈകുണ്ഠം എനിക്ക് സാധ്യതപ്രായമാക്കണേ എന്നാണ് ഭക്തകവിയുടെ ഒരു പ്രാർത്ഥന. ഇന്ന് ഇത്രയും ഇവിടെ വ്യാഖ്യാനിച്ച് നിർത്തുകയാണ്. 3 ശ്ലോകങ്ങൾ. ഇത് പല പ്രാവശ്യവും കേട്ടാലും വായിച്ചാലും പുസ്തകത്തിൽ രണ്ടും കൂടെ ചേർത്ത് വച്ച് കേൾക്കുന്നതോടൊപ്പം പുസ്തകത്തിൽ കൂടെ നോക്കിയാൽ ആണ് കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആ വിധം വൈകുണ്ഠത്തിൻ്റെ ശരിയായ വാങ്മയ ചിത്രം പതിയുക. നിങ്ങൾക്കെല്ലാം അതിന് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. ഗുരുവായൂരപ്പനല്ലേ കൂടെയുള്ളത്. പിന്നെ എന്താ നമുക്ക് സാധിക്കാത്തത്? ഒന്നുമില്ല. വീണ്ടും 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 പേർത്തും വായിക്കുക.
കഴിയുമെങ്കിൽ ഉറക്കെ തന്നെ വായിക്കണം. നാരായണീയത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ ഭാവങ്ങൾ ഉള്ളിലേക്ക് ആവാഹിക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ നമ്മൾ ഉറക്കെ വായിക്കണം. ആരൊക്കെ കേൾക്കുന്നുണ്ട്, ആരൊക്കെ കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഈ സമർപ്പണം, ഇന്ന് ഞാനിവിടെ പറഞ്ഞ എല്ലാ വാക്കുകളും എന്നിലുള്ള എന്തെങ്കിലും ഭക്തിഭാവമുണ്ടെങ്കിൽ ഭഗവാനെ, ആ ഭക്തിഭാവവും ഞാൻ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നിങ്ങളുടെ മനസ്സെല്ലാം ഗുരുവായൂരപ്പനിലേക്ക് വരട്ടെ, നാരായണത്തിലൂടെ വരട്ടെ ഭഗവാന്റെ അടുത്തേക്ക് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി.